അനസ്തേഷ്യ കൊടുക്കുന്ന ആവശ്യത്തിന് അവരെന്നെ വേണം ഡോക്ടർമാര്. പക്ഷെ അത് മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ ഇല്ല. 4000 രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വരാൻ ഉറപ്പാണ്. സർജന്റെ ഡോക്ടർ ഇല്ല എന്നാണ് പറഞ്ഞത്. മണ്ണാർക്കാട് താലൂക്ക് സർക്കാർ ആസ്ഥാന ആശുപത്രിയിൽ മരുന്നിന് പോലും ഒരു അനസ്തേഷ്യ ഡോക്ടറില്ല. സിസേറിയൻ ആവശ്യമായി വരുന്ന ഗർഭിണികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചികിത്സ നിഷേധിക്കപ്പെടുകയാണെന്ന് കൌൺസിലർ കൊളമ്പൻ ജലീൽ. 15ഓളം ഡോക്ടർമാർ താലൂക്ക് ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇവരിൽ 2 പേർ ഗൈനക്കോളജി ഡോക്ടേഴ്സാണ്. പക്ഷേ അടിയന്തര ഘട്ടത്തിൽ സിസേറിയൻ ആവശ്യമായി വന്നാൽ ഇവർക്കും രോഗികളെ കൈവിടേണ്ട അവസ്ഥയാണ്. നിലവിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന അനസ്തേഷ്യ ഡോക്ടർ ദീർഘകാലാവധിയിൽ പ്രവേശിച്ചതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. സിസേറിയൻ നടത്തുവാൻ ഗൈനക്കോളജി ഡോക്ടർമാർ തയ്യാറാണ്. പക്ഷേ അനസ്തേഷ്യ നൽകുവാൻ ആളില്ല എന്നതാണ് ഇവരെ കുഴക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ സുഖപ്രസവത്തിന് പോലും 50,000 രൂപ ചിലവ് വരും. സിസേറിയൻ ആണെങ്കിൽ ഇരട്ടി പ്രതീക്ഷിക്കാം. ഇത്തരമൊരു സാഹചര്യത്തിൽ അടിയന്തരമായി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ ഡോക്ടറെ നിയമിക്കണമെന്ന് കൊളമ്പൻ ജലീൽ ആവശ്യപ്പെട്ടു. അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വകാര്യ ആശുപത്രിയിലുള്ള അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം തേടാം. ഇവർക്ക് 4000 രൂപ നൽകാനും വകുപ്പുണ്ട്. എന്നാൽ ആശുപത്രി സൂപ്രണ്ട് മാത്രം വിചാരിച്ചാൽ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുവാൻ കഴിയില്ല. നഗരസഭയുടെ ഇടപെടൽ കൂടി ഉണ്ടെങ്കിലേ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയൂ എന്നാണ് സൂപ്രണ്ട് അറിയിച്ചത്. ഈ വിഷയത്തിൽ നഗരസഭയുമായി കൂടിയാലോചിച്ച് വേണ്ടത് ചെയ്യുമെന്ന് കൊളമ്പൻ ജലീൽ പറഞ്ഞു. ഞാൻ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു പരാതി കിട്ടിയ ഒരു പ്രസവ കേസിന്റെ ഒരു വിഷയമാണ്. അപ്പോ അവര് പ്രസവം കാര്യങ്ങളൊക്കെ ഡോക്ടർമാര് അവർക്ക് പ്രസവത്തിന് 2 ഡോക്ടർമാർ ഇവിടെ ഉണ്ട്. പക്ഷെ അത് മാത്രല്ല അവർക്ക് ഈ അനസ്തേഷ്യയുടെ ഒരു ഡോക്ടർമാർ വേണം. പക്ഷെ അത് ഇവിടെ ഇല്ല. അതായത് എല്ലാ ഡോക്ടർ ലോങ് ആയിട്ട് ലീവാണ്. പ്രസവം കാര്യങ്ങൾ ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അനസ്തേഷ്യ നിർബന്ധമായിട്ട് വേണം. അതിപ്പോ ഈ രോഗത്തിന് മാത്രം, ഈ പ്രസവ കേസിന് മാത്രമല്ല, പല രോഗങ്ങൾക്കും വരുമല്ലോ. പക്ഷെ അനസ്തേഷ്യ കൊടുക്കുന്ന ആവശ്യത്തിന് അവരെന്നെ വേണം ഡോക്ടർമാര്. പക്ഷെ അത് മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ ഇല്ല. പറയുമ്പോ പാലക്കാട് ജില്ലയിൽ ഒരു ഡോക്ടർ അത്ര അനസ്തേഷ്യ ഉള്ളത് 1-2 ഡോക്ടർമാര്. ഇവരാണ് എല്ലാ ഹോസ്പിറ്റലും ഗവൺമെന്റ് താലൂക്കിക്ക് എല്ലായിടത്തേക്കും എത്തേണ്ടത്. അപ്പൊ ഞാൻ സൂപ്രണ്ടിനോട് കണ്ട് സംസാരിച്ച സൂപ്രണ്ട് വീരം പറയേ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ. പക്ഷെ ജനപ്രതിനിധികൾ അതിന് പരിഹാരം കാണുന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ സൂപ്രണ്ടിനോട് വന്ന് കണ്ട് സംസാരിച്ചപ്പോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇത് പറയുന്നത്. അത് മാത്രല്ല നമ്മള് ചിന്തിക്കണം. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്. പുറത്തുനിന്ന് വേണമെങ്കിൽ അനസ്തേഷ്യ ഡോക്ടർ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അവർക്ക് 4000 രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വരാൻ ഉറപ്പാണ്. പക്ഷെ അതിന് ഇവിടുത്തെ സൂപ്രണ്ട് മാത്രം വിചാരിച്ചാൽ പോരാ. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിനുള്ള അനുവാദങ്ങൾ കാര്യങ്ങൾ കൊടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഏത് വകുപ്പാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലില് ഡോക്ടർമാർ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാന് കൂടെ നിൽക്കുന്ന അനസ്തേഷ്യ പോലുള്ള ഡോക്ടർമാര് പല വിധത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആളുകൾ ആവശ്യം ഉണ്ടാവുമ്പോൾ അത് ഉണ്ടെങ്കിലുള്ള ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റൽ ക്ലിയർ ആയിട്ട് പോവുള്ളൂ. അപ്പൊ അതൊന്ന് ഈ ഇവിടുത്തെ നമുക്ക് അധികാരപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മളിപ്പോ സൂപ്രണ്ട് അത് പറഞ്ഞത്. എന്താ വെച്ചാൽ സൂപ്രണ്ട് ഡോക്ടർമാർ കുറെ ആളുണ്ട് ഇവിടെ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സർജന്റെ ഡോക്ടർ ഇല്ല എന്നാണ് പറഞ്ഞത്. സർജന്റെ ഡോക്ടർ നിർബന്ധമായിട്ട് വേണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ സർജൻ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ചെറിയൊരു പരിക്ക് പറ്റി എല്ല് പൊട്ടി ഇരിക്കുക എന്തെങ്കിലും ആയാൽ അത് നേരെ വേറെ റെഫർ ചെയ്തിട്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിയാണ് വരുന്നത്. ഇവിടെ സാധാരണക്കാരന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മളെ പോലുള്ള ആളുകൾ കയറി വന്ന് ഇവിടെ അർഹതപ്പെട്ട ഏത് ഗവൺമെന്റിന്റെ ഇതൊരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വരുന്ന ആ ഭാഗത്തും നമ്മളെ പോലുള്ള ആളുകൾ ജനപ്രതിനിധികൾ അവിടെ എത്തണം. അവിടെ എത്തുമ്പോൾ അത് പരിഹരിക്കണം. അവിടെ എന്താണ് വിഷയം, എന്താണ് പ്രശ്നം. ഇപ്പൊ എന്നോട് ഞാൻ വന്നത് വേറെ സ്ഥലത്തുനിന്നാ, ഞാൻ പെരുന്നാളിനെ പോകേണ്ട ഒരാളാണ്. പക്ഷെ അവര് എന്നെ വിളിച്ച് സംസാരിച്ചത് എങ്ങനെ ഒരു വിഷയം നിങ്ങളൊന്ന് വന്നു. അപ്പൊ നിങ്ങൾ ഈ മണ്ണാർക്കാട് ഹോസ്പിറ്റലിലെ താലൂക്കിത്തെ സൂപ്രണ്ട് മുഖേന നിങ്ങൾ കണ്ട് സംസാരിച്ചപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഡോക്ടർ അനസ്തേഷ്യ ഡോക്ടർ ലോങ് ലീവാണെന്ന് പറഞ്ഞ്, അതേപോലെ സർജൻ ഡോക്ടർ ഇല്ല, അങ്ങനെ പല ഡോക്ടർമാരില്ല. അപ്പൊ ഒന്ന് അധികാരപ്പെട്ട മുനിസിപ്പാലിറ്റിത്തെ ആരായാലും വേണ്ട, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ അധികാരികൾ ഇതില് പറ്റുന്ന മാതിരിക്കുള്ള പരിഹാരം കാണണം എന്നാണ് എനിക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത്. സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്ക് മികച്ച ചികിത്സ കിട്ടണം. തടസ്സങ്ങൾ എന്തായാലും അത് പരിഹരിക്കുവാൻ ശ്രമിക്കുമെന്നും കൌൺസിലർ പറഞ്ഞു. വിവിധ താലൂക്ക് ആശുപത്രികളിൽ അനസ്തേഷ്യ ഡോക്ടറെ നിയമിച്ചെങ്കിലും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയെ അവഗണിച്ചതായി കൊളമ്പൻ ജലീൽ വ്യക്തമാക്കി. ജനപ്രതിനിധി എന്ന നിലയിൽ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ണാർക്കാട്ടെ നല്ല നിമിഷങ്ങൾക്കായി ഇനി ഏറ്റവും മികച്ച വേദി, നവീകരിച്ച MP ഓഡിറ്റോറിയം. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി 1200 പേർക്ക് ഇരിക്കാവുന്ന
കുഷ്യൻ സീറ്റോട് കൂടിയ ഹാൾ, 500 പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഡൈനിങ് ഏരിയ, കോർട്ട്യാർഡ്, AC ഡ്രസ്സിംഗ് റൂം, ഫീഡിംഗ് റൂം, അതിവിശാലമായ കാർ പാർക്കിംഗ്. വിശ്രമത്തിനും ഒത്തുചേരലിനും മണ്ണാർക്കാട് നമുക്കൊരിടം. ദിവാൻ റെസിഡൻസി. ഫാമിലി സൂട്ട്സ്, ഡീലക്സ് റൂംസ്, സ്റ്റാൻഡേർഡ് റൂംസ്, dedicated meeting hall, 24-hour room service, lift facility, high-speed Wi-Fi, ample car parking space. Diwan Residency, Mannarkad, your ideal retreat.